ഇയാളെ നിങ്ങൾക്കറിയാം, അതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ ഇയാൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾ മറന്നു നോക്കും. അതൊന്ന് കേൾക്കുക. അഴിമതിരഹിതവും സ്വജനപക്ഷപാത രഹിതവുമായ ഒരു ഭരണമായിരിക്കും ഇടതുപക്ഷ സർക്കാരിന്റെ. കഴിവുകെട്ടവൻ എന്ന് ഒരുപക്ഷെ ആക്ഷേപം ഉയർന്നേക്കാം എന്നെക്കുറിച്ച്. എന്നാൽ ഒരിക്കലും ഒരു അഴിമതിക്കാരൻ എന്നുള്ള ആക്ഷേപം ഉണ്ടാവാതെ ഞാൻ നോക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കേട്ടല്ലോ. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാൻ കഴിവ് കെട്ടവൻ എന്ന് കേട്ടേക്കാം, പക്ഷെ സ്വജനപക്ഷപാതം കാണിച്ചു, അതല്ലെങ്കിൽ അഴിമതിക്കാരൻ, ഇതിനെ പറ്റി കേൾക്കൂല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതില് ഒന്നാമത്തേത് ഒക്കെ പറയേണ്ട കൂട്ടത്തില് ഞാൻ ഇതും കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതിയിട്ടാ നമ്മളെ സ്വപ്നക്ക് രാത്രി പോകാൻ വിളിച്ചതും പിന്നെ അതിനെ വന്നുകൊണ്ട് ന്യായീകരിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ കണ്ടതാണ്. പരിഭവം കൺസ്യൂമർ ഫെഡുകാർ പറഞ്ഞപ്പോ കണ്ടല്ലോ, ഇതേപോലെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ബാക്കി കൂടി ഒന്ന് കേട്ടേ. സ്വജനപക്ഷപാതം കാണിച്ചു, മന്ത്രിസ്ഥാനം തന്നെ രാജിവെച്ച് ഓടേണ്ടി വന്ന ഒരാളാണ് ഇയാള് അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞതില് ഒന്ന് പോയില്ലേ. രണ്ടാമത്തെ, ഇത് ഇന്ന് വന്ന ഒന്നാണ്. പെൻഷൻ വാങ്ങാന് ചില കാര്യങ്ങളൊക്കെ തിരുത്തി ഒരു കുറുക്കു വഴി കൂടെ ഒക്കെ പോയി എന്നുള്ളതാണ് ഇപ്പൊ നാട്ടിലാകെ കേൾക്കുന്നത്. ഇത് ഇയാൾ ചെയ്തതല്ലേ. ഇനി അടുത്തത് ഓരോന്ന് നോക്കിക്കോളിട്ടോ. ഇയാൾ മന്ത്രിയായതിന് ശേഷമുള്ളത്. ഒന്ന്, തദ്ദേശ മന്ത്രി കെ ടി ജലീലിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ്. കുടുംബശ്രീയിലെ വിവിധ തസ്തികകളിലേക്ക് നടത്തിയ നിയമനത്തിൽ മന്ത്രി അഴിമതി കാട്ടിയെന്നാണ് ആരോപണം. നിയമനത്തിൽ മന്ത്രി ഇടപെട്ടെന്ന് വ്യക്തമാക്കുന്ന കുടുംബശ്രീ മിഷൻ മുൻ ഡയറക്ടറുടേതെന്ന ശബ്ദരേഖയും യൂത്ത് ലീഗ് നേതാക്കൾ പുറത്തുവിട്ടു. കേട്ടില്ലേ? ഒന്നായില്ലേ. ഇനി അടുത്തതൊന്ന് കേട്ടി. കെ ടി ജലീൽ എംഎൽഎക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി യുഡിഎഫ്. മലപ്പുറം ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണ പദ്ധതിയിൽ അഴിമതി ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. കേട്ടല്ലോ. ഇപ്പോ നിലവിലുള്ളത് നമുക്കറിയാലോ. സർവകലാശാലക്ക് ഭൂമി എടുത്തിട്ട് അതില് എന്തൊക്കെയോ വലിയ അഴിമതി എന്നൊക്കെയുള്ള ആരോപണം വന്നപ്പോ ഫിറോസിനെതിരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അയാൾക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ആകെ പിടിച്ചു നിൽക്കേണ്ടത് എന്താ വെച്ചാല്, നിങ്ങളെന്താ നിയമസഭയിൽ പറയിട്ടെന്ന്. നിയമസഭയില് ഇത് മുമ്പ് പറഞ്ഞതും ഇത് പ്രത്യേകം പരിഗണിച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അന്ന് സ്പീക്കർ തള്ളിയതാ. അപ്പൊ രണ്ടാമത് പരിഗണിക്കൂല എന്നത് കെ ടി ജലീലിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇങ്ങനെ പിന്നിം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലേ യാഥാർത്ഥ്യം. ഇപ്പോ കഴിവുകെട്ടവൻ എന്ന് കേട്ടു, സ്വജനപക്ഷപാതം കാണിച്ചവൻ എന്ന് കേട്ടു, അവസാനമുള്ളത് അഴിമതിക്കാരൻ, അതും കേട്ടില്ലേ. എന്തൊക്കെയായിരുന്നു ഇവിടെ. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാല്, ഞാൻ കട്ടിട്ടില്ല ഞാൻ കക്കൂല എന്ന് പറഞ്ഞു കണ്ടുമാരി കക്കലാക്കുമ്പോണ്ടല്ലോ വല്ലാത്ത യാതി. അപ്പൊ ഏറെക്കുറെ